നമ്മുടെ നാട്ടിലെ ഒരു ജെൻഡർ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദീപക് എന്ന വ്യക്തി ആത്മഹത്യ ചെയ്തതിനെ തുടർന്നാണ് ഈ സംസാരം നടക്കുന്നത്. ഈ പർട്ടിക്കുലർ വിഷയത്തിൽ ദീപക് നിരപരാധിയാണെന്ന് തോന്നുന്നു. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് സ്ത്രീകൾക്കെതിരെ ഹരാസ്മെന്റ് നടക്കുന്നില്ല എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ നല്ലൊരു ശതമാനം സ്ത്രീകളും പബ്ലിക് സ്പേസിൽ ഹരാസ്മെന്റ് നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആക്സിഡൻ്റലായിട്ട് തട്ടിയാൽ പോലും അവർ മനഃപൂർവ്വം ചെയ്തതാണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്തരമൊരു സന്ദർഭത്തിൽ നിരപരാധിയായിട്ടുള്ള ഒരാൾ തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാനും ഒരു വിക്ടിം ഉണ്ടാവാതിരിക്കാനുള്ള മാർഗം എന്താണ്? തിരക്കേറിയ ബസ്സിൽ CCTV ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു പരിഹാരമല്ല. സ്വാഭാവികമായിട്ടും എല്ലാ ആംഗിളിലും എല്ലാ ഡാറ്റയും ഒന്നും CCTVക്ക് തിരക്കുള്ള ബസ്സിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. മാത്രമല്ല, കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹരാസ്മെന്റ് നേരിടുന്നത് തിരക്കേറിയ പബ്ലിക് ബസ്സുകളിലാണ്. അപ്പോൾ പബ്ലിക് ബസ്സിലെ തിരക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു പരിഹാര മാർഗം. എന്നാൽ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ഒരുപാട് പേര് ആവശ്യത്തിന് ബസ്സുകളില്ല എന്നും ബസ് സ്റ്റോപ്പുകളിൽ പലപ്പോഴും ബസ് കിട്ടാറില്ല എന്നൊക്കെ പരാതി പറയാറുണ്ട്. ബസ്സിൽ നിങ്ങൾ പോകുന്ന സമയത്ത് മറ്റൊരാളിൽ നിന്നും വളരെ മോശം പെരുമാറ്റം നിങ്ങൾക്ക് ഫേസ് ചെയ്തു. ആ സന്ദർഭത്തിൽ അയാളിൽ നിന്നും മാറി നിൽക്കാനാണ് നിങ്ങളുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടെൻഡൻസി. എന്നാൽ നിങ്ങൾക്ക് ആ സമയത്ത് ഒരു സ്പേസ് ഇല്ല വെച്ചാൽ അയാളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു സ്പേസ് ഇല്ലാത്ത സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലാത്ത സാഹചര്യം വരും. ഇങ്ങനെയാണ് പലപ്പോഴും ഈ ഹരാസ്മെന്റ് സംഭവിക്കുന്നത്. അതായത് ബസ്സിൽ നമുക്ക് നീങ്ങി നിൽക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാവണമെങ്കിൽ തന്നെ ബസ്സിലെ തിരക്ക് ഒഴിവാകണം. ഈ ബസ്സിലെ തിരക്ക് ഒഴിവാകാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ? കൂടുതൽ ബസ്സുകളുടെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ്. കൂടുതൽ ഇടങ്ങളിലേക്ക് കൂടുതൽ ബസ്സുകൾ വരുമ്പോൾ തന്നെ നമുക്ക് ഈ തിരക്ക്, ബസ്സുകളിലുള്ള തിരക്ക് കുറയ്ക്കാൻ പറ്റും. മെച്ചപ്പെട്ട യാത്രാ മാർഗം ഒരുക്കുമ്പോൾ തന്നെ ക്രൈം വലിയ തോതിൽ കുറയ്ക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്?